ഹായ് എവരിബഡീസ്, വെൽക്കം ബാക്ക് ആൻഡ് ദിസ് ഈസ് മീ ലവകേസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ചാക്കയും അതേപോലെ തന്നെ നമ്മുടെ സുരാജനും കൂടെ തകർത്ത് അഭിനയിച്ച ഒരു സർവൈവൽ മൂവി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നും പറയേണ്ട, ഗിർ എന്ന മൂവിയുടെ ഒരു കിടില സിനിമയുടെ ഒരു എൻ്റെ ഒപ്പീനിയനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വെച്ച് ലേറ്റ് ആകണ്ട, നമുക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഗിർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിംഹത്തിൻ്റെ ഗർജനമാണ് ഈ സിനിമയ്ക്ക് പേരായിട്ട് തന്നെ അവർ നൽകിയിരിക്കുന്നത്. സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും പോലെ നമ്മുടെ കുഞ്ചാക്കയും സുരാജാണ് അഭിനയിക്കുന്നത്. ഒരാളെന്ന് പറയുമ്പോൾ ജീവൻ കളയാൻ നിൽക്കുന്നതും, ഒരാളെന്ന് പറയുമ്പോൾ ഈ ഒരാൾ ജീവൻ രക്ഷിക്കാൻ നിൽക്കുന്നത്. ഇവർ രണ്ടുപേരെയും കണ്ട് ഭക്ഷണമായിട്ട് കാണാൻ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരെയും ഭക്ഷണമായി കാണുന്ന ഒരു സിംഹവും. ഇതാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ലൈൻ വരുന്നത്. നമ്മുടെ ഈ ഒരു സിനിമയുടെ സീൻ എന്ന് പറയുമ്പോൾ, സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോൾ, നമ്മുടെ കുഞ്ചാക്കോ നല്ല മദ്യപിച്ച് നല്ല ഫിറ്റായി നമ്മുടെ ട്രിവാൻഡ്രം സൂയിലോട്ട് പുലിക്കൂട്ടിൻ്റെ അകത്ത്, ദർശനം എന്ന് പറയുന്ന പുലിക്കൂട്ടിൻ്റെ അകത്ത് ചാടുന്ന ഒരു സീനാണ്. അപ്പോൾ നമ്മുടെ കുഞ്ചാക്കോയുടെ അതിൽ ക്യാരക്ടർ നമ്മുടെ റെജിമോൻ എന്നാണ്. റെജിമോൻ പുലിക്കൂട്ടിൻ്റെ അകത്ത് ചാടി പുലിയെ ഫേസ് ചെയ്യുന്നു. അപ്പം പുലിക്ക് അത് പുലി വെള്ളം അടിച്ച് ഫിറ്റായി നിൽക്കില്ല. അപ്പം എന്താണെന്നൊരു ബോധവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം പുലി ഇയാളെ ഭക്ഷണമാക്കുമെന്ന് നോക്കി പുറത്തേക്കുന്ന സുരാജേട്ടൻ ലാസ്റ്റ് രക്ഷിക്കാൻ വരുന്ന ആ ഒരു സീൻ, ഒരു ലൈക്ക് എങ്ങനെ പറയാം, രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും കുഞ്ചാക്കോടൊന്ന് കാണിക്കുന്ന ഓരോ സീക്വൻസ്, ഒരു സൈഡിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഒരു സൈഡിൽ ഇവർ രക്ഷിക്കാൻ വന്ന പോലീസും ഫയർഫോഴ്സും മീഡിയാസും കാര്യങ്ങളും. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഇതിൻ്റെ അകത്തില്ല. സുരാജേട്ടൻ നമ്മുടെ രജിമോനെ രക്ഷിക്കാൻ വേണ്ടി ചാടി. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ സിംഹത്തിന് ഭക്ഷണമാകുമോ എന്നുള്ള ഒരു സ്റ്റോറി ലൈനാണ് സിനിമയിൽ വരുന്നത്. ഇയാളെ രക്ഷിക്കാണെങ്കിൽ സുരാജേട്ടനായിട്ട് ഒരുപാട് പാടുപെടുത്തുന്ന സീക്വൻസ്, അങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ രക്ഷപ്പെടും. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതൊക്കെ തരുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ ആകാംക്ഷ, അതാണ് എക്സാക്ട് വേർഡ്, ആകാംക്ഷ തരുന്ന ഒരു സിനിമയായിട്ട് തോന്നുന്നു. നമ്മളിങ്ങനെ ത്രില്ലടിച്ചിരിക്കും, രക്ഷപ്പെടുമോ എന്നുള്ള. അപ്പോൾ അതൊക്കെ ചെറിയൊരു കോമഡി രീതിക്കും കൊണ്ട് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. അത് ഇടയ്ക്കൊന്നും വർക്കൗട്ട് ആവുന്നില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ ഈ ഒരു സീക്വൻസ് നമ്മളിങ്ങനെ ത്രില്ലടിപ്പിച്ചിരിക്കും. ഈ മൂവി ട്രാക്കിലോട്ട് അവരിങ്ങനെ കൊണ്ടുവരും സീക്വൻസ് ഒക്കെ. അപ്പം നമുക്ക് ബോറടിക്കത്തില്ല. ഈ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഫാമിലി ഓഡിയൻസിനൊക്കെ നല്ലോണം ടച്ച് ആവുന്ന ഒരു മൂവിയല്ലേ എനിക്ക് തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവിയല്ലേ തോന്നി. ജസ്റ്റ് വൺ ടൈം വാച്ച്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഒരു സ്റ്റോറി ലൈനാണ് ഈ മൂവിക്ക് വരുന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളൂ. വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക് റിവ്യൂസിനും അതേപോലെ തന്നെ മൂവി റിവ്യൂസിനാണ് എൻ്റെ ചാനൽ തന്നെ സബ്സ്ക്രൈബ്, വീഡിയോ ലൈക്ക് ചെയ്യാൻ മാക്സിമം ഷെയർ കാരണം പറയില്ല. സൈനിങ്.